ഹലോ ഹായ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി മാസം 18-ാം തീയതി എടുക്കുന്ന വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ചെവി വേദനയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ്സിൽ പോത്തങ്കോട് എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല തിരക്ക് കുറഞ്ഞു. കുറേ പേര് ഇവിടെ ഇറങ്ങും കേട്ടോ. സ്കൂളിലൊക്കെ പോകാനുള്ള കുറേ പേര് പിള്ളേരൊക്കെ ഇവിടെ ഇറങ്ങും. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോത്തങ്കോട് വന്നിട്ട് പിന്നെ പോകാനാണ് എളുപ്പം. അങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്. ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥലം എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ്. ഈ റോഡ് ഇങ്ങനെ താഴേക്ക് പോകുന്നത് അച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ എൻ്റെ അനിയത്തി പറയും ചേച്ചി ഇവിടെ ഇറങ്ങുന്നു. അത് പറഞ്ഞിട്ട് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര നൊസ്റ്റമുള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. 1 മണിക്കൂർ ടൈം എടുത്ത് ഇവിടെ നെടുമങ്ങാട് എത്തി. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിലാട്ടോ പോയത്. പക്ഷേ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഞങ്ങൾ 2 പേർക്കും നല്ല മടിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാശും ചിലവാക്കി 1 മണിക്കൂർ ബസ്സിലിരുന്ന് ബോറടിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്ന് ENT OP ഇല്ല. എനിക്ക് ചെവി വേദന ആയത് കാരണം വന്നപ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടെന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണം OP ഇല്ല എന്നുള്ള കാര്യം. ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരെ പോകണം. അത് നമ്മൾ നടന്നു പോയി. ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നു, അങ്ങോട്ട് നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ 2 പേരും കൂടെ അങ്ങ് നടന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു. രാവിലെ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 9:30-10 മണിയൊക്കെയാണ്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നെടുമങ്ങാട് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനത്തെ കടകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റേറ്റും വലിയ കൂടുതലൊന്നുമില്ല, കുറവൊക്കെ തന്നെയാണുള്ളത്. നല്ല നല്ല ഡ്രസ്സുകൾ, ടോയ്സ്, കമ്മലുകൾ, പച്ചക്കറികൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഈ നെടുമങ്ങാട് വന്നാൽ മേടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്യണം നെടുമങ്ങാട് എത്തണമെങ്കിൽ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ വേറൊരു ബസ്സിൽ പോകണം. അങ്ങനെ ആയിരുന്നു കോളേജിൽ. ഇപ്പം ഈ ചേച്ചി ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല. വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഇവരിയ്ക്കുന്ന ഈ സ്ഥലമൊക്കെ ഫുള്ള് നിറയും. അപ്പോഴേ ഒരു ചേട്ടൻ എനിക്കെന്താ സാധനം എന്നറിയില്ല കേട്ടോ, ഇവിടെ എന്തോ വെക്കണമുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കിയില്ല, ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് നടന്നങ്ങ് പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടോയ്സ് ഉണ്ടെന്ന്. കണ്ടോ, ഒത്തിരി ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റേറ്റും വലിയ കൂടുതലൊന്നുമല്ല, കുറവ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെയും ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ കടയിൽ നമ്മൾ സ്റ്റോപ്പായി പോയേനെ. അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളുണ്ടൊരു വന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് വന്നത്. അങ്ങനെ നടന്നപ്പോൾ അവിടെ ഒരു ഇപ്പുറത്തെ സൈഡിൽ ഒരു ചേട്ടൻ കമ്മൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് കുറച്ച് കമ്മൽ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി കുറച്ച് കമ്മൽ മേടിച്ചു കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി. ആ ചേട്ടൻ്റെ അടുത്ത് നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിൽ മേടിക്കുന്നതിനേക്കാളും കളക്ഷൻ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഹിന്ദിക്കാരന്മാർ വയ്ക്കുന്ന കടകളിൽ നല്ല നല്ല കമ്മലുകളുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് സ്റ്റഡുകൾ മേടിക്കണമായിരുന്നു, എനിക്കും കുറച്ച് സ്റ്റഡ് മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെയും നടന്നു ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോഴാണ് എനിക്കൊരു നൊസ്റ്റു എത്തുന്ന ഒരു സ്ഥലം എത്തിയത്. അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അമൃത ബേക്കറി. അവിടെ ഞാനും എൻ്റെ ഫ്രണ്ട് നീതുവും കൂടി കോളേജ് കഴിഞ്ഞ് വന്നിട്ട് 5 രൂപയ്ക്ക് സമൂസയും 5 രൂപയ്ക്ക് ഡ്രിങ്ക്സ്, അതായത് ഈ സ്കോഷിൻ്റെ വെള്ളം തോന്നുന്നു, അത് നമുക്കിങ്ങനെ തരുമായിരുന്നു. ഇത് ഇവിടുത്തെ എന്തോ ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് ഓഫീസോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കോടതിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ സ്ഥലം അത്യാവശ്യം തിരക്കാണ്. ഹോസ്പിറ്റൽ, കോടതി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കുള്ള. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കണ്ടോ. ഹോസ്പിറ്റലിൻ്റെ അടുത്തായതുകൊണ്ട് ഫ്രൂട്ട്സിനൊക്കെ നല്ല ചിലവുണ്ടായിരിക്കും കേട്ടോ ഇവിടെ. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഒരു ചേട്ടൻ പറയാം, വീഡിയോ എടുത്തോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കാണുന്ന ബസ് സ്റ്റോപ്പ് അവിടെ പോയി. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിനകത്തുനിന്നൊരു ഷോപ്പിൽ നിന്ന് ചാർജ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ചാർജ് പിടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സൊക്കെ കയറി. അതൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് പോസ്റ്റ് അടിച്ചതുകൊണ്ട് എടുത്തില്ല. അപ്പോഴാണ് ബസ്സിൽ കയറി വരുന്ന സ്ഥലത്ത് ഇങ്ങനൊരു പാറയാണ്. കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ, അതെന്ത് പാറ, വലിയൊരു പാറ. നല്ല സീനറി ആയിരിക്കും. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോത്തങ്കോട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോത്തങ്കോട് നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടെ ഓഫർ കിടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കി. പക്ഷേ ഈ ഡ്രസ്സല്ല എടുത്തത്, വേറൊരു ക്രോപ്പ് ടോപ്പാണ് എടുത്തത്. പിന്നെ നമ്മൾ വീണ്ടും പോത്തങ്കോട് വന്ന് അടുത്ത ബസ് കയറി നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.